A warm good evening to all. I'm Niranjana and I welcome Mr. Alim Anil, our mentor, and all the GCIs to this webinar on Photoshop tutorial on the behalf of IEEE GECI. I hope that I'm audible. Am I audible? Anybody, please? Yes.
Okay. So before moving on to the mentor, kindly ensure that your mics are turned off. And for queries, kindly use the hand raise option or the chat box provided. Now over to you, Mr. Anil. Good evening, this is Alim Anil, and today we are going to learn the basics in Photoshop. So, about Photoshop. Photoshop is a raster graphics editor developed by Adobe. So, raster graphics editor എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കാണുന്ന ഈ ഇമേജ് നമ്മൾ നോക്കുമ്പോൾ പ്രശ്നമൊന്നും കാണൂല, ഇറ്റ്സ് ക്ലിയർ ആണ്. പക്ഷേ ഞാനത് സൂം ഇൻ ചെയ്യുന്നതോറും അതിൻ്റെ പിക്സൽസ് കാണും. ദാറ്റ്സ് ബിക്കോസ് ദിസ് ഇസ് എ റാസ്റ്റർ ഇമേജ്. വെക്ടർ ഇമേജസിൽ അങ്ങനെയല്ല, എത്ര സൂം ഇൻ ചെയ്താലും അത് ഒരു ഒറ്റ ലൈൻ പോലെ കാണുന്നുണ്ട്. ഓക്കെ, സോ ഈ ഫോട്ടോഷോപ്പിൽ ബേസിക്കലി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. ടാംപ്ലേറ്റ്സ് ഉണ്ടാക്കാം, ആർട്ട് വർക്ക്സ് ചെയ്യാം, ഇമേജ് മാനിപ്പുലേഷൻ ചെയ്യാം, ഇമേജ് എഡിറ്റിംഗ് ചെയ്യാം, പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ആനിമേഷൻസും ചെയ്യാം. സോ ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള ടൂൾസിനെല്ലാം ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സെഷൻ. അപ്പോൾ ആദ്യം തന്നെ ഇതിലെ നമ്മളൊരു പുതിയ വർക്ക് ഏരിയ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവുക, ന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ ഒരു ബോക്സ് വരും. അതല്ല ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ Ctrl+N ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെയിം ബോക്സ് വരും. എന്നിട്ട് ഇവിടെ നമുക്ക് വേണ്ട നമുക്ക് വേണ്ട വർക്ക് ഏരിയയുടെ സൈസിനെ എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. മോസ്റ്റ്ലി എല്ലാവരും ഇവിടെ പിക്സൽസിലാണ് ഇത് സെറ്റ് ചെയ്യാറ്. ഞാൻ പക്ഷേ ഇവിടെ മില്ലിമീറ്റേഴ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഞാൻ വേണ്ട സൈസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു A3 സൈസാണ് ഞാനിപ്പോൾ ആക്കി വെച്ചേക്കുന്നത്. 420 millimeters into 297 millimeter ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് നമുക്ക് ഇവിടെ ആക്കാം. റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, പിക്സൽസ് എന്താണെന്ന് വെച്ച് ചെയ്യാം. ഇനി കളർ മോഡ് RGB അല്ലെങ്കിൽ CMYK മാത്രം വെക്കുക. എന്താ വെച്ചാൽ ഗ്രേ സ്കെയിലിൽ, ഫോർ എക്സാമ്പിൾ ഗ്രേ സ്കെയിലിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ ഇമേജും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടേ വരുള്ളൂ. അപ്പോൾ RGB കളർ മോഡ് സെലക്ട് ചെയ്തു, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റോ ബ്ലാക്കോ എന്താണെന്ന് വെച്ച് ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മളൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇപ്പം നമ്മുടെ കയ്യിൽ ഇവിടെ ഉള്ള ഒരു A3 സൈസ് ഷീറ്റാണ്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു റാസ്റ്റർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു A4 സൈസിൽ ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചോ, എന്നിട്ട് നമ്മൾക്ക് അതൊരു A2 സൈസിൽ പ്രിന്റ് എടുക്കണം. അങ്ങനെ നമ്മൾ പ്രിന്റ് എടുത്താൽ ഫുൾ പിക്സൽസ് മാത്രമേ ഇതിൽ കാണാൻ പറ്റുള്ളൂ. തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ ഇപ്പം നമുക്ക് A3 പ്രിന്റാണ് എടുക്കേണ്ടതെങ്കിൽ A3 തന്നെ സെറ്റ് ചെയ്ത് വേണം ആദ്യം ആ വർക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാനിവിടെ A3 ചൂസ് ചെയ്തു, സെറ്റപ്പ് ചെയ്തു. പിന്നെ നിങ്ങളുടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഏരിയക്കാണ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് ബേസിക് വർക്ക് സ്പേസാണ്. നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല വർക്ക് സ്പേസസ് ഉണ്ട്. അതിനനുസരിച്ച് ഉള്ള യൂസേജ് എല്ലാം വളരെ ഡിഫറെൻ്റാണ്. ഇപ്പോൾ വർക്ക് സ്പേസ്, ഇപ്പോൾ ഈ വർക്ക് സ്പേസ് അല്ല നിങ്ങളുടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വിൻഡോസിൽ പോവുക, വർക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എസെൻഷ്യൽസ് എടുക്കുക. ഈ കിടക്കുന്ന എസെൻഷ്യൽസ് ഡിഫോൾട്ടാണ്. പിന്നെ അല്ലെങ്കിൽ പലതും യൂസ് ചെയ്യാം. ഇങ്ങനെ വർക്ക് സ്പേസ് എടുത്തു 3D എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ 3D ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് വന്നു. പിന്നെ വർക്ക് സ്പേസ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള ഇതാണെങ്കിൽ ഇങ്ങനെ വരും. ഈ ഫോട്ടോഗ്രാഫിക്കും പെയിന്റിങ്ങിനും വേണ്ടിയിട്ടൊക്കെ ഉള്ളതിന് പകരം ഈ എസെൻഷ്യൽസ് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പെയിന്റിങ്ങിൻ്റെ എടുക്കുമ്പോൾ ഫുൾ കളേഴ്സ് പാലറ്റ്സും ബ്രഷിൻ്റെ സൈസും എല്ലാം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് സ്പേസ് എടുത്തു, എസെൻഷ്യൽസ് ഡിഫോൾട്ട് വർക്ക് സ്പേസ് എടുത്തു.
ഈ ബേസിക് ടൂൾസ് എന്ന് പറയുന്നതെല്ലാം നമ്മുടെ സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലാണുള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം ദി ഫസ്റ്റ് വൺ, ഇത് മൂവ് ടൂളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. പിന്നെ ഈ ഫോട്ടോഷോപ്പിൽ ആദ്യം തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻസ് വരുന്നത്, പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നും നമുക്ക് തോന്നിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെയേഴ്സിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഈ സ്ക്രീനിന്റെ റൈറ്റ് സൈഡ് താഴെ കാണുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട്, ഈ ഭാഗം ഇവിടെ ആയിട്ടാണ് നമ്മുടെ പുതിയ ലെയേഴ്സ് എല്ലാം കിടക്കുന്നത്. അപ്പോ നമ്മൾ ഫോട്ടോഷോപ്പിൽ എന്ത് ചെയ്യുമ്പോഴും, ഇപ്പോ ഇമേജ് എഡിറ്റിംഗ് ആണെങ്കിലും പുതിയ പുതിയ ഷേപ്സ് ഉണ്ടാക്കാനോ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഓരോ ഷേപ്പും ഓരോ ലെയറിൽ വേണം ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആദ്യം ഞാനൊരു ഷേപ്പിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാം. ഈ താഴെ കാണുന്ന ഈ ഒരു റെക്ടാങ്കിളിന്റെ ഒരു ഇമേജ് കിടക്കുന്നു. ഇതാണ് ഷേപ്പ് ടൂൾ. ഈ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ പല ഷേപ്സ് ഇവിടെ വരും. റെക്ടാങ്കിൾ, റൗണ്ട്, എലിപ്സ്, പോളിഗൺ, ലൈൻ, അല്ലാണ്ട് കസ്റ്റം ഷേപ്പ്. എന്താന്ന് വെച്ചാൽ ഈ പോളിഗൺ ടൂളിൽ നമുക്ക് എത്ര സൈഡ്സ് ഉള്ള പോളിഗൺസ് വേണമെങ്കിലും, ട്രയാങ്കിൾ മുതൽ എത്ര വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പോകും. ഇതൊരു റാൻഡം ആയിട്ട് ഞാനൊരു റെക്ടാങ്കിൾ വരയ്ക്കാം. അപ്പോ ഇതിപ്പോ ഞാൻ ഓൾറെഡി കളേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ആണ് ഇങ്ങനെ വന്നത്. അല്ലാതെ നമ്മളിപ്പോ ഒരു പുതിയൊരു പേജ് എടുത്ത് നമ്മൾ ഇതുപോലെ ഒരു റെക്ടാങ്കിൾ വരച്ച മിക്കവാറും വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഒരു റെക്ടാങ്കിൾ. അപ്പൊ നമ്മൾക്ക് വേണ്ട ഒരു റെക്ടാങ്കിൾ നമ്മൾ ഉണ്ടാക്കി ഇതിൻ്റെ അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റർ അടിച്ചു. പക്ഷെ ആ റെക്ടാങ്കിൾ അവിടെ ഇല്ല. അത് ആക്ച്വലി റെക്ടാങ്കിൾ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റെക്ടാങ്കിൾ കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ടാവും. പക്ഷെ ഇവിടെ റെക്ടാങ്കിൾ നമുക്ക് കാണാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഔട്ട്ലൈനിന്റെ കളറോ തിക്നെസ്സോ അല്ലെങ്കിൽ അകത്തുള്ള കളറോ എന്താണെന്ന് വെച്ചാൽ അതൊന്നും നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല. അപ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെക്ടാങ്കിൾ എങ്ങനെയാന്ന് വെച്ചാൽ ചൂസ് ചെയ്തു, ഇങ്ങനെ വരും. അപ്പോ ഇതിന്റെ ഉള്ളിലുള്ള കളർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫില്ലെന്ന് കൊടുത്തേക്കുന്ന മുകളിൽ ഈ ഫില്ലിൽ ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ ഒരു 4 ഐക്കൺസ് കാണും. ആ ഐക്കൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വൺ ട്രാൻസ്പെറൻറ്റ് ആക്കാൻ വേണ്ടിയുള്ള ഐക്കൺ, സെക്കൻഡ് വൺ ആ ഷേപ്പിന് സോളിഡ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ തേർഡ് വൺ അതിന് ഗ്രേഡിയന്റ് കൊടുക്കാനും, പിന്നെ ഈ ഫോർത്ത് കൊടുത്തേക്കുന്നത് നമുക്ക് വേണ്ട രീതിയിലുള്ള ടെക്സ്ചർ എന്താന്ന് വെച്ചാൽ പാറ്റേൺ, എന്തെങ്കിലും പാറ്റേൺ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ സോളിഡ് കളേഴ്സ് എടുത്തു. എന്നിട്ട് എനിക്ക് ബ്ലൂ വേണം, ബ്ലൂ എടുത്തു. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ ബ്ലൂ അല്ല, വേറെ ഏതെങ്കിലും കളറാണ് വേണ്ടത്, ലൈക്ക് വേറെ ഷെയ്ഡ് ഓഫ് ബ്ലൂ ആണ് വേണ്ടതെങ്കിൽ ഈ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ കളർ പാലറ്റ് വരും. അതായത് ആദ്യം നമ്മൾ ഫില്ല് ചെയ്യണം. സോളിഡ് കളറിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എടുക്കുന്നു. എന്നിട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം. അപ്പോ ഇവിടെ ഈ കാണുന്ന ആരോയും പിന്നെ ഈ പൊസിഷനിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കളർ ചൂസ് ചെയ്യാം. പക്ഷെ നമ്മൾക്ക് വേണ്ട നമ്മുടെ മനസ്സിലുള്ള എക്സാക്ട് കളർ ഇവിടെ ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ പോവുക. എന്നിട്ട് ഇപ്പോ ഒരു ഏതെങ്കിലും ബ്ലൂവിന്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡാ വേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ബ്ലൂ കളർ കോഡ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല വെബ്സൈറ്റ്സ് കിട്ടും നമുക്ക്. ആ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കളറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡും കൊടുത്തിട്ടുണ്ടാവും. ഒരു മോസ്റ്റ് പ്രോബബ്ലി ഒരു 6 ഡിജിറ്റ് കോഡ് ആയിരിക്കും. അതിൽ ഡിജിറ്റ്സും ലെറ്റേഴ്സും കാണും. ഇപ്പോ ഇവിടെ താഴെ കൊടുത്തേക്കുന്നതാണ് ഈ കളറിന്റെ കോഡ് 738 സ്മോൾ ലെറ്റർ AB8 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മാറ്റും തോറും ആ കളർ കോഡ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ എനിക്ക് വേണ്ട ഒരു കളർ ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് ഇതിന് ഔട്ട്ലൈൻ കൊടുക്കണം.
ഔട്ട്ലൈൻ കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഈ സ്ട്രോക്ക് എന്ന് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഔട്ട്ലൈന് വേണ്ടിയിട്ടുള്ളത്. ഈ സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്യുക. ഔട്ട്ലൈൻ വേണ്ട കളർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യുക. ഞാൻ ബ്ലാക്ക് കളർ തന്നെ ചൂസ് ചെയ്യാൻ പോവാം. എന്നിട്ട് ഈ ഔട്ട്ലൈൻ്റെ തിക്നെസ് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പിക്സൽസ് കൊടുത്തേക്കുന്നത്, ഈ നമ്പർ ഓഫ് പിക്സൽസിന് ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 6 പിക്സൽസ് എന്നാണ്. അത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ അതിപ്പോൾ മാക്സിമം ആക്കി ഇങ്ങനെ ഉള്ളിലോട്ടാണ് അതിന്റെ തിക്നെസ് വരുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട് എത്ര പിക്സൽസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 70 പിക്സൽസ് കൊടുത്തു. അപ്പോൾ ഇവിടെ 70 പിക്സൽസ് തിക്നെസ് ആവുന്നത്. പിന്നെ നമുക്ക് ഇനിയും വേറെ ഒരു നമുക്കിനി അടുത്തതായിട്ട് വേറെ ഏതെങ്കിലും ഒരു ടൂൾ എടുക്കണം. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഇതിന്റെ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇത് മൂവ് ചെയ്യണം. ഈ ഇമേജ് എനിക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തായാലും ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കിയല്ലോ, എന്നിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് മൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മൂവ് ആവത്തില്ല. വേറൊരു റെക്ടാങ്കിൾ വരത്തുള്ളൂ. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക. ഇൻ കേസ് നമ്മളത് പ്ലേസ് ചെയ്തിട്ടുണ്ട്, എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, എന്നാൽ പോലും അത് മൂവ് ചെയ്യത്തില്ല നമ്മൾ എന്ത് ചെയ്താലും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ മൂവ് ചെയ്യണം, ഒരു ഇമേജ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ മൂവ് ടൂളിൽ പോകണം. അതായത് ഏറ്റവും മുകളിൽ കിടക്കുന്ന ആ ടൂൾ, അവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്കത് മൂവ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ മൂവ് ടൂൾ ഇപ്പോൾ ഈ ടൂൾസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട്സ്, മൂവ് ടൂളിന് വി എന്നുള്ള ഷോർട്ട് കട്ട് ഉണ്ട്, ഇവിടെ ഷേപ്പ് ടൂളിന് യു എന്നുള്ള ഷോർട്ട് കട്ട് ഉണ്ട്. എന്നാൽ ഈ കീബോർഡിനുള്ള ഈ കീസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടൂൾസ് കിട്ടും. അപ്പോ ഇപ്പൊ ഞാനിതൊരു റാൻഡ് ആയിട്ടുള്ള റെക്ടാങ്കിൾ ആണല്ലോ വരച്ചിരിക്കുന്നത്, പക്ഷെ എനിക്ക് ഈ സെയിം കളറും എല്ലാം വെച്ചിട്ട് ഒരു സ്ക്വയർ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വേണം. അപ്പൊ നമ്മൾ ആദ്യം ഷേപ്പ് ടൂൾ ക്ലിക്ക് ചെയ്യും, പിന്നെ ഈ പേപ്പറിൽ ഈ വർക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്യും, പിന്നെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരും. അവിടെ നമുക്ക് വിഡ്ത്തും ഹൈറ്റും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനൊരു 700 പിക്സൽസ് ഇൻറ്റു 700 പിക്സൽസ്, അപ്പോൾ ഒരു സ്ക്വയർ ആവുമല്ലോ. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഒരു സ്ക്വയർ വന്നേക്കും ഇപ്പോൾ. അപ്പോൾ എന്നിട്ട് ഇവിടെ ഈ വന്നേക്കുന്ന ഈ ഒരു ബോക്സിൽ നമുക്ക് എന്ത് കളർ വേണം, എന്ത് ബോർഡർ വേണം എന്നുള്ളതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇപ്പോ ഞാനിതിവിടെ വെച്ചു, പ്ലേസ് ചെയ്തല്ലോ. ഇനി ഞാനിപ്പോൾ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇപ്പൊ ഇതെനിക്ക് മാറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ അൺഡു ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+Z ക്ലിക്ക് ചെയ്യണം. Ctrl+Z ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയി. വീണ്ടും Ctrl+Z ക്ലിക്ക് ചെയ്തപ്പോൾ വീണ്ടും ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയി. ഇനി അതിപ്പോൾ എനിക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ Ctrl+Shift+Z, കൺട്രോളിലും ഷിഫ്റ്റിലും ക്ലിക്ക് ചെയ്തിട്ട് Z ക്ലിക്ക് ചെയ്യണം. Ctrl+Shift+Z ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അൺഡു ആക്കിയത് വന്നു. വീണ്ടും ആ സെയിം Ctrl+Shift+Z വീണ്ടും ഇങ്ങനെ വന്നു. അല്ല ഇതിപ്പോൾ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജ് ഇതായിട്ടിരിക്കണം, എന്നിട്ട് എനിക്ക് ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻട്രി കൊടുത്ത് മൂവ് ടൂളിൽ പോയി എനിക്ക് വേണ്ട ഈ ഷേപ്പ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുത്തു. ഡിലീറ്റ് ബട്ടണിൽ പ്രസ് ചെയ്തു, Ctrl+Z. അല്ലെങ്കിൽ വേണേ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്താലും അത് പോകും. വീണ്ടും Ctrl+Z. അപ്പോ ഇനി എനിക്ക് ഈ ഷേപ്പിന്റെ ഒന്നുകൂടി ഇതിന്റെ ഡയമെൻഷൻസ് എനിക്ക് മാറ്റണം. അതായത് ഇത് കുറച്ചുകൂടെ ലെങ്ത് വേണം എനിക്ക്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഇമേജിനെ ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+T ക്ലിക്ക് ചെയ്യണം. ഒന്നുകൂടെ ഈ ഇമേജിനെ നമുക്ക് ഇതിന്റെ സൈസ് നമ്മൾ നേരത്തെ ഈ കൊടുത്തിരിക്കുന്നതിനെക്കാട്ടും ഡിഫറെന്റ് ഉള്ള സൈസ് മാറ്റണമെങ്കിൽ Ctrl+E ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ എനിക്ക് വേണ്ടതുപോലെ ഞാൻ കുറച്ച് ഹൈറ്റ് കൂട്ടി വിഡ്ത്ത് കുറച്ചു. ഇനി ഇത് കുറച്ച് മൂവ് ചെയ്യാൻ പോവാ. മൂവ് ചെയ്തു. ഇനി ഇതിന്റെ ഒരു 4 കോപ്പീസ് എനിക്ക് വേണം. അപ്പൊ നമ്മള് ഓൾട്ടിൽ ക്ലിക്ക് ചെയ്യും. ഓൾട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്
ഈ ഇമേജ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യും. വീണ്ടും ഒരെണ്ണം കൂടെ ഉണ്ടാക്കണമെങ്കിൽ ഓൾട്ടിൽ ക്ലിക്ക് ചെയ്യും, ഇമേജിൽ ക്ലിക്ക് ചെയ്യും, ഡ്രാഗ് ചെയ്യും. വീണ്ടും ഓൾട്ടിൽ ക്ലിക്ക് ചെയ്യും, ഇമേജിൽ ക്ലിക്ക് ചെയ്യും, ഡ്രാഗ് ചെയ്യും. അപ്പോ ഇപ്പൊ നമ്മൾ ഈ ഷീറ്റിൽ കാണുന്നത് ഒരൊറ്റ പ്ലെയിനിലാണെങ്കിലും ഇതിൽ ഓരോ ഇമേജും ഓരോ ലെയറിലാണ് കിടക്കുന്നത്. അതായത് ഞാനിപ്പോ ഇതല്ല ഏറ്റവും അവസാനം ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ ഇതെടുത്ത് ആദ്യം ഉണ്ടാക്കിയതിന്റെ മണ്ടയ്ക്ക് ഇട്ട് വെക്കാൻ പറ്റും ഉണ്ടാക്കിയ ഓർഡറിന്റെ അനുസരിച്ച്. ബിക്കോസ് നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കിടപ്പുണ്ട് റെക്ടാങ്കിൾ, ഓരോ ലേയേഴ്സ് കാണാം. ഇപ്പോ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ 1, 2, 3, 4, 5 ലേയേഴ്സ് കിടക്കുന്നത്. ഇവിടെ ഈ 5 ലേയേഴ്സ് കിടക്കുന്നത്. അതിൽ ഓരോ ലെയറിലും ഓരോ റെക്ടാങ്കിൾസ് ഉണ്ട്. എനിക്കിപ്പോ തൽക്കാലം ഈ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് ഓക്കെ, ഇനിയും ഈ ഓരോ റെക്ടാങ്കിളും നമുക്ക് ഓരോന്നത്തിന്റെയും ടെക്സ്ചർ നമുക്ക് വെറുതെ ഒന്ന് മാറ്റാം. ഈ റെക്ടാങ്കിൾ ഞാൻ എടുത്തു. അതായത് ഞാൻ ഓരോ റെക്ടാങ്കിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വേണ്ട റെക്ടാങ്കിൾ ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്ത്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മൂവ് ടൂളും സെലക്ട് ചെയ്യാം. മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് വേണ്ട റെക്ടാങ്കിളിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇതാ ഇവിടെ സെലക്ട് ആവും. ഈ ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ റെക്ടാങ്കിൾ 1 കോപ്പി 2 എന്ന് പറഞ്ഞിട്ട് ഇതിൽ എനിക്ക് ഇതാണെന്ന് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ആവും റെക്ടാങ്കിൾ 1 കോപ്പി. എന്നിട്ട് ഞാൻ ഇതിന്റെ കളറും എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തു. വീണ്ടും ഷേപ്പ് ടൂളിൽ പോയി. ഞാൻ ഈ പറയുന്നതെല്ലാം എല്ലാ ടൂൾസിനും ബാധകമാണ്. അതായത് എന്തെങ്കിലും നമ്മൾ ഇപ്പോ ഏതെങ്കിലും ഒരു ഷേപ്പ് വെച്ച് ഉണ്ടാക്കിയ ഒരു സാധനത്തിൽ നമ്മൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ടൂളിൽ തന്നെ വീണ്ടും പോകണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ റെക്ടാങ്കിളിനെ എനിക്ക് മാറ്റണം, ടെക്സ്ചറും കളറും എല്ലാം. അപ്പൊ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് ടൂളിൽ പോയി. എന്നിട്ട് ഷേപ്പ് ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റെക്ടാങ്കിളിന്റെ എല്ലാ ഇൻഫോർമേഷൻസും മുകളിൽ വരും. പിക്സൽസും ഈ സ്ട്രോക്കിന്റെ പിക്സൽസും, അതായത് തിക്നെസിന്റെ ബോർഡറിന്റെ തിക്നെസ്സും പിന്നെ ഉള്ളിലുള്ള കളറിന്റെയും എല്ലാം വരും. അപ്പോ ഞാൻ കളറിന്റെ അതെടുത്തു. എനിക്കിപ്പോ ഒരു ഗ്രേഡിയന്റ് ആവുന്നുണ്ട്. ഞാൻ ഗ്രേഡിയന്റ് ടൂൾ എടുത്തു, ഗ്രേഡിയന്റ് എടുത്തു. എന്നിട്ട് വേണ്ട ഒരു ഗ്രേഡിയന്റ് ചൂസ് ചെയ്ത് ഈ കളർ എനിക്ക് ഈ ഗ്രേഡിയന്റ് ഇത് തന്നെ മതി, പക്ഷെ കളർ മാറ്റണം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു വേണ്ട കളർ മാറ്റാൻ വേണ്ടിയിട്ട്. ഇവിടെ യെല്ലോ ആണ്, അത് ഞാൻ മാറ്റി റെഡ് ആക്കി. എന്നിട്ട് ഈ നടുക്കുള്ളത് എനിക്ക് മാറ്റണം. നടുക്കുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തു ഓറഞ്ച് ആക്കണം. എനിക്ക് ഓറഞ്ച് ആക്കി. എനിക്ക് വേണ്ടതുപോലെ ഇവിടെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ പാറ്റേൺ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ ഇതിന്റെ തിക്നെസ് എനിക്ക് വേണ്ട, എനിക്ക് ഔട്ട്ലൈൻ ഇവിടെ വേണ്ട. അപ്പോ ഞാൻ സ്ട്രോക്ക് എടുത്തിട്ട് ട്രാൻസ്പെറൻറ്റ് കൊടുക്കും. അപ്പൊ അതിന്റെ ഔട്ട്ലൈൻ പോയി. ഇനി അടുത്തത് ഞാൻ ക്ലിക്ക് ചെയ്തു, ഷേപ്പ് ടൂൾ എടുത്തു. എന്നിട്ട് വീണ്ടും അതിന്റെ എഡിറ്റ് ചെയ്യാൻ പോവാ. ഞാൻ ഇത്തവണ പാറ്റേൺ എടുത്തു. ഓക്കെ, പാറ്റേണിൽ എനിക്ക് വേണ്ട ഒരു പാറ്റേൺ ഞാൻ ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ബോർഡറും എനിക്കൊരു പാറ്റേൺ കൊടുക്കണം. ബോർഡർ ഞാൻ എടുത്ത് ബോർഡറിൽ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ്, സോളിഡ് കളർ, ഗ്രേഡിയൻറ്റ് എല്ലാം കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഗ്രേഡിയൻറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഇമേജ് വന്നിരിക്കുന്നത്. ഞാൻ ഡിഫോൾട്ട് ഗ്രേഡിയൻറ്റ് കൊടുക്കും. പല ഗ്രേഡിയൻസ് കൊടുക്കുമ്പോൾ പല ഇമേജസ് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോ ഈ ഇമേജസ്, ഈ ഷേപ്സ് നമ്മൾക്ക് ഇതിന്റെ സെന്ററിൽ കൊണ്ടുവരണം. എനിക്ക് ഇപ്പോ
ഇതെല്ലാം റാൻഡംലി പ്ലേസ്ഡ് ആണല്ലോ. ഈ ഷേപ്പ് എനിക്ക് കറക്റ്റ് സെന്ററിൽ കൊണ്ടുവരണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഡ്രാഗ് ചെയ്യുമ്പോൾ, ഞാൻ മോട്ടൂൾ എടുത്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റെഡ് ലൈൻസ് ഇങ്ങനെ വരുന്നത്, ഒരു പിങ്ക് ലൈൻസ് ഇങ്ങനെ വരുന്നത് ശ്രദ്ധിക്കണം. അത് ഇതിന്റെ ഒരു പൊസിഷൻസിനെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ അതിനെ ഏകദേശം അതിന്റെ സെന്ററിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ സെന്ററിൽ നിന്ന് ഒരു ലൈൻ വരുന്നുണ്ട്. ആ പിങ്ക് ലൈൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഇമേജിന്റെ സെന്ററിൽ എത്തിയത്. ഇനി ഞാൻ താഴോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ വീണ്ടും ഓക്കെ, ഇപ്പൊ നമ്മൾ അതിന്റെ കറക്റ്റ് സെന്ററില്ല ഇമേജിന്റെ. ഇപ്പോ ഈ ഫുൾ ഇമേജ് എനിക്കൊന്ന് സൂം ഔട്ട് ചെയ്യണമെങ്കിൽ കൺട്രോളിൽ ക്ലിക്ക് ചെയ്ത് മൈനസ് സൈൻ ഇല്ലേ, കൺട്രോൾ മൈനസ് കൊടുക്കുമ്പോൾ സൂം ഔട്ടായി. വീണ്ടും കൺട്രോൾ മൈനസ് കൊടുക്കുമ്പോൾ സൂം ഔട്ടായി. ഇത് കറക്റ്റ് സെന്ററിലായി. കൺട്രോൾ പ്ലസ് കൊടുക്കുമ്പോൾ സൂം ഇൻ ആയി. കൺട്രോൾ പ്ലസ് സൂം ഇൻ. ഇനി നമുക്കറിയാലോ ഇത് ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓരോന്ന് കോപ്പി ചെയ്തെടുത്ത് ഓരോന്നോരോന്നത്തിന്റെ കോപ്പി ആയതുകൊണ്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും പല ലേയേഴ്സിലാണ്. ഞാനിപ്പോ ഇതിനെ എല്ലാത്തിനെയും ലൈനില് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പക്ഷെ എനിക്ക് ഈ കാണുന്ന ഈ ഞാൻ പാറ്റേൺ കൊടുത്തേക്കുന്ന അത് എനിക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം. ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ലെയേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇതിനെ ബാക്കിലോട്ടും ഇതിനെ ഫ്രണ്ടിലോട്ടും കൊണ്ടുവരണം. അപ്പൊ ഇതിന്റെ ലെയർ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്ടാങ്കിൾ 1 ഇതാവും. അപ്പൊ ഏറ്റവും ഫ്രണ്ടിൽ എനിക്ക് കൊണ്ടുവരണ്ട. അപ്പൊ ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്ത് മുകളിലോട്ട് ട്രാക്ക് ചെയ്തു. അത് ഏറ്റവും ഫ്രണ്ടിലും. പിന്നെ ഏറ്റവും ബാക്കിൽ കിടക്കുന്നതിന് എനിക്ക് ഇനി ഫ്രണ്ടിൽ കൊണ്ടുവരണം. ഏറ്റവും ഫ്രണ്ടിൽ ഇതിനെ അവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്ത് മുകളിലോട്ട് ട്രാക്ക് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ വെച്ചു. അതങ്ങനെ അവിടെ എത്തി. ഓക്കെ, സോ ഇതിപ്പോ ലേയേഴ്സിന്റെയും ഒരു ഇമേജസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെയും എല്ലാത്തിന്റെയും ഒരു ചെറിയ ഒരു ചെറിയ ഫോമില് കാണിക്കുക ചെയ്യുന്നത്. ഇനി ഈ ലേയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് വേറെ ഇതിലും കാണിക്കുക. ഇപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് വരച്ചേക്കാണ്. പക്ഷെ വരച്ചേക്കുന്നത് പോലും ഓരോന്ന് ഞാൻ കൊടുത്തേക്കുന്ന ഓരോ ലെയറിലാണ്. ഇപ്പോ ഈ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ കളർ ബാക്ക്ഗ്രൗണ്ട് ഷേപ്പ് ഒരു ലെയറാണ്. ഇതിന്റെ ഈ ഔട്ട്ലൈൻ കൊടുത്തേക്കുന്നത് വേറൊരു ലെയറാണ്. ഇതിന്റെ താടിയ മുടിയെല്ലാം വേറെ ലെയറാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ ലെയറാണ്. അത് നമുക്ക് ഇവിടുന്ന് കാണാം. ഇപ്പൊ ഞാൻ ഇതില് ഓക്കെ, ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ലെയേഴ്സിനെ വേണേ നമുക്ക് ഹൈഡ് ചെയ്യാം ടെമ്പററി ആയിട്ട്. എനിക്ക് ഇവിടെ ഇങ്ങനെ കുറെ ഇതിൽ തന്നെ കാണിച്ചത്. എനിക്ക് ഇതിപ്പോ ഞാൻ ഒരു ലെയറിനെ നെയിം ചെയ്തിട്ടില്ല, പക്ഷെ നെയിം ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഈ ഫ്രെയിമിന്റെ ഒരു ലെയർ ഉണ്ടെങ്കിൽ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യാം അങ്ങനെയൊക്കെ. അപ്പോ ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ബോഡി കിടക്കുന്ന ലെയറിനെ ഹൈഡ് ചെയ്ത, അതായത് ഓക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ റെഡ് കൊടുത്തേക്കുന്ന ഒരു റെക്ടാങ്കിൾ വെച്ചിട്ട് അതിനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളി പോകും. പിന്നെ ഞാൻ അതിന്റെ ആ ഷെയ്ഡ്സ് മെജോറിറ്റി ഈ ഷെയ്ഡ്സ് കൊടുത്തേക്കുന്നതെല്ലാം ഒരു ലെയറില. ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഷെയ്ഡ്സ് എല്ലാം പോയി. ഇങ്ങനെ നമ്മൾ ഓരോ ലെയറിലും വർക്ക് ചെയ്താലേ കറക്റ്റ് ആയിട്ട് എല്ലാം കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഈ ഷെയ്ഡ്സ് കൊടുത്തേക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തേക്കുന്ന ഈ ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തേക്കുന്ന ലെയറിൽ തന്നെ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഷെയ്ഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഞാൻ റബ് ചെയ്തായിരുന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വരെ റബായി പോയത്, ലൈക്ക് ഫുൾ അവിടെ ഒരു വൈറ്റ് സ്പേസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലേയേഴ്സിൽ വർക്ക്. ഓക്കെ, അപ്പോ നീ നമുക്ക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം. നമുക്ക് പുതിയൊരു ലെയർ വേണം. എനിക്കൊരു 4-5 ലെയർ വേണം. ഓരോ ലെയറിലും ഓരോ ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടെ പോയിട്ട് ലെയർ ചൂസ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. അല്ലാതെ ഒരു ഷോർട്ട് കട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോ ആദ്യത്തെ ഓർമ്മയുണ്ട്, പുതിയ ഇതിലത്തെ ഒരു പുതിയ പേജ് നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. ഉള്ളൊരു സ്ക്രീൻ പോലെ വന്ന്
പക്ഷെ നമുക്കൊരു പുതിയ ലെയർ ആണ് വേണ്ടതെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എൻ ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ പുതിയൊരു ലെയറിന് വേണ്ടിയിട്ടുള്ള ബോക്സ് വരും. കൺട്രോൾ ഷിഫ്റ്റ് എൻ. എന്നിട്ട് ഇവിടെ ലെയറിന്റെ എന്താ പേര് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഞാൻ ഇതിങ്ങനെ തന്നെ വെച്ചേക്കും. എന്നിട്ട് എൻ്റർ കൊടുക്കും. അവിടെ പുതിയ ലെയർ. വീണ്ടും ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് എൻ കൊടുത്തപ്പോൾ പുതിയ ലെയർ കൺട്രോൾ ഷിഫ്റ്റ് എൻ ലെയർ. ഇങ്ങനെ നമ്മൾ കുറെ ലെയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബേസിക് ഓക്കെ ഇനിയും ഓക്കെ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് പലരും ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാറുണ്ട് പല ഡ്രോയിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ സിമ്പിൾ ഡ്രോയിങ്സോ. ഇപ്പൊ ഈ കാണുന്ന ഡ്രോയിങ് ഇപ്പൊ ഞാനിത് സൂം ഔട്ട് ചെയ്യുന്നത് കൺട്രോൾ മൈനസ് വെച്ചിട്ടാ സൂം ഔട്ട് ചെയ്യുന്നത്. കൺട്രോൾ പ്ലസ് കൊടുക്കുമ്പോൾ സൂം ഉണ്ടാവും. ഓക്കെ ഞാൻ ഈ കൊടുത്തേക്കുന്നത് ഈ ഇമേജ് ഞാൻ ജസ്റ്റ് ട്രേസ് ചെയ്യുക ചെയ്തേക്കുന്ന ഒരു ഫോട്ടോഷോപ്പ് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഇമേജ് വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാനിതിപ്പോ അൺഹൈഡ് ചെയ്യുക. അൺഹൈഡ് ചെയ്തപ്പോൾ ഞാൻ ചൂസ് ചെയ്ത ആ ഇമേജ് വന്നു. എന്നിട്ട് ബാക്കിയെല്ലാം ഹൈഡ് ചെയ്യുമ്പോൾ കണ്ടായിട്ട് ഔട്ട്ലൈൻസ് പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഇമേജ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതിലൊരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ഫയൽ എടുക്കുക, പ്ലേസ് എംബഡഡ് കൊടുക്കുക. ഒന്നുകൂടെ പറയാം, ഫയൽ ഇവിടെ താഴെ പൊട്ട് വരുമ്പോൾ പ്ലേസ് എംബഡഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇതിപ്പോൾ വന്നേക്കുന്നത് ഞാൻ നേരത്തെ ഡെസ്ക്ടോപ്പിൽ നിന്ന് എടുത്തേക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ എല്ലാം ചെയ്യുന്ന പോലെ ഞാനിപ്പോൾ ഇവിടുന്ന് ഡെസ്ക്ടോപ്പിൽ യെസ് ഓക്കെ എനിക്ക് വേണ്ട ഇമേജസ് എല്ലാം വന്നു. എനിക്ക് റോബോട്ട് ടോണി ചേർന്ന ഒരു ഇമേജ് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ ഇമേജ് വലുതാക്കാൻ പറ്റും. അതല്ല ഇപ്പൊ എനിക്ക് ഈ ഇമേജ് കംപ്രസ് ചെയ്യണം, ഇത് വലിയ ചെറുതാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ കംപ്രസ് ആവുക എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേ നമുക്കത് വേണ്ട തോന്നും. അത് വീണ്ടും എടുക്കാം. പ്ലേസ് എംബഡഡ് ഇമേജ് സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്തു. എന്നിട്ട് അത് ഡ്രാഗ് ചെയ്ത് അതിനെ വലുതാക്കി. പക്ഷെ ഈ ഇമേജ് പുറത്തോട്ട് പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് കറക്റ്റ് A3 സൈസ് അല്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഈ കറക്റ്റ് ഇമേജിന്റെ സൈസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് വെക്കാം. ഓക്കെ എന്നിട്ട് എൻട്രി കൊടുത്തപ്പോൾ അവിടെ പ്ലേസ് ആയിട്ടുണ്ട് ഇമേജ്. എന്നിട്ട് ക്രോപ്പിന്റെ ഇവിടെ മോളിൽ നിന്ന് ഇങ്ങനെ താഴ്ത്തുമ്പോൾ ഇവിടെ ഒരു ക്രോപ്പിന്റെ ടൂൾ ഉണ്ട്. ആ ക്രോപ്പ് ടൂള് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫുൾ ക്രോപ്പ് ടൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് ആഡ് ചെയ്യുന്ന ഇമേജസിനെ ക്രോപ്പ് ചെയ്യാൻ പറ്റും. ക്രോപ്പ് ടൂൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ റോബോട്ട് ടൗണി ചേർന്ന ഇമേജിനെ എനിക്ക് ചെറുതാക്കണം, ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ക്രോപ്പ് ടൂളിന്റെ ആകെയുള്ള യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ ഇമേജിനെ ചെറുതാക്കാനുള്ള, ഈ ഫുൾ പേജിനെ. അപ്പോൾ ക്രോപ്പ് ടൂൾ വെച്ചിട്ട് ഞാൻ ഈ പേജിനെ ചെറുതാക്കി. എൻ്റർ കൊടുത്തു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ റോബോട്ട് ടൗണി ചേർന്ന ഈ ഇമേജ് ആണ് എനിക്ക് ക്രോപ്പ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഇതൊരു ഇമേജ്, ഒരു JPEG ഫയലാണ്. ഇതിന്റെ മുകളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇത് ക്രോപ്പ് ചെയ്യാനോ ഇതിന്റെ മുകളിൽ കൂടെ വരയ്ക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജിനെ റാസ്റ്ററൈസ് ചെയ്യണം. ഏതൊരു ഇമേജിന്റെ മുകളിലും എന്ത് മാനിപ്പുലേഷൻ നടത്താന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ റാസ്റ്ററൈസ് ചെയ്യണം. റാസ്റ്ററൈസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ ലെയറിൽ പോവുക, ആ ഇമേജിനെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ഇവിടെ
നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റാസ്റ്ററൈസ് ലെയർ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. റാസ്റ്ററൈസ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കും? അപ്പോൾ എനിക്ക് ഇതിൻ്റെ മുകളിൽ ബ്രഷ് ടൂൾ, ഞാനിവിടെ ബ്രഷ് ടൂൾ എടുത്തു. ഇതാണ് ബ്രഷ് ടൂൾ. ബ്രഷ് ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെൻസിൽ ടൂൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷെ നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ടൂൾ തന്നെ എടുക്കാം. ബ്രഷ് ടൂൾ ഞാൻ എടുത്തു. ഇത് വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ സ്മാർട്ട് ഒബ്ജക്ട് മസ്റ്റ് ബി റാസ്റ്ററൈസ് ബിഫോർ പ്രൊസീഡിങ്. അപ്പോൾ ഞാൻ വീണ്ടും മൂവ് ടൂൾ എടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക്, ഇമേജ് റാസ്റ്ററൈസ്ഡ് ആണ്. ഇനി എനിക്ക് ഇതിന്ന് ഒരു പോർഷൻ കട്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മോട്ടൂളിന്റെ തൊട്ട് താഴെ കിടക്കുന്നത് റെക്ടാങ്കിൾ മാർക്കി ടൂൾ എന്ന് പറയുന്ന ടൂളാണ്. ഈ മാർക്കി ടൂളിൽ തന്നെ പലതും കിടക്കുന്നുണ്ട്. എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ, സിംഗിൾ റോ മാർക്കി ടൂൾ, ഇതൊക്കെ പല ഷേപ്സിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഈ കിടക്കുന്നത് ലാസോ ടൂൾ. ഇത് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പെൻ ടൂൾ വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ റെക്ടാങ്കിൾ മാർക്കി ടൂൾ എടുത്തിട്ട് ഞാൻ ഇത്രയും പോർഷൻസ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു. അവിടെ കട്ടായി, റാസ്റ്ററൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട്. എന്നിട്ട് ഇപ്പോൾ എനിക്കത് കട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ കൺട്രോൾ-Z ബാക്ക് അടിച്ചു, അത് തിരിച്ചു വന്നു. ഇപ്പോൾ എനിക്ക് ഈ പോർഷൻ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് തന്നെ വെച്ചിട്ട് മൂവ് ടൂൾ എടുത്തു, എന്നിട്ട് ആ പോർഷൻ ഞാൻ മൂവ് ചെയ്തു. ഇനി ഞാനിപ്പോ ഈ സെലക്ഷൻ ടൂളിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡീസെലക്ട് ചെയ്യാത്തത് വരെ അത് അവിടെ തന്നെ കിടക്കുന്നു. ഞാനിപ്പോ ഈ സെലക്ട് ടൂൾ ഇവിടെ ഇത്ര സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്കിവിടെ ഒരു ഷേപ്പ് കൊണ്ടുവരണം. ഞാനൊരു ഷേപ്പ് എടുത്തു, പക്ഷെ എന്നിട്ടും അത് അവിടെ തന്നെ നടക്കും. ഞാൻ എന്ത് ചെയ്താലും അത് അവിടെ തന്നെ നടക്കും. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ വേറെ ഏത് ടൂളും അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ഏത് ടൂളിന്റെ വർക്ക് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിലും ആ ടൂള് തന്നെ വീണ്ടും സെലക്ട് ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഷേപ്പ് ടൂളിലാണ് കിടക്കുന്നത്, അപ്പോൾ ഈ സെലക്ഷൻ ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ വീണ്ടും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾ എടുത്തു, മാർക്കി ടൂൾ, എന്നിട്ട് അവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡീസെലക്ട് കൊടുത്തു, ഡീസെലക്ട് ആയി. അതല്ല, ഇപ്പൊ ഈ സെലക്ട് ചെയ്തേക്കുന്ന ഇത്രയാണല്ലോ, ഇനി ഇതൊഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു, സെലക്ട് ഇൻവേഴ്സ് കൊടുത്തു. അപ്പോൾ ഇതൊഴിച്ച് ബാക്കിയെല്ലാം സെലക്ട് ആയി. ഇനിയും എനിക്ക് ഈ റോബർട്ട് ഡൗണി ജെ.ആറിന്റെ ഒരു ഇതുപോലത്തെ ഒരു ഇമേജ് വരയ്ക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഇമേജ് എടുത്തു, എന്നിട്ട് ഇതിനെ ഏറ്റവും ബാക്കിൽ കൊണ്ടുപോയിട്ട് ലെയർ, ബാക്ക്ഗ്രൗണ്ട് തൊട്ട് ഫ്രണ്ടിൽ ലെയർ. ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന നല്ലത്. എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ഒന്നും ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ തൊട്ട് മുമ്പത്തെ ലെയറിൽ റോബർട്ട് ഡൗണി ജെ.ആറിന്റെ ഇമേജ് ഞാൻ ഇട്ടു. എന്നിട്ട് അതിന്റെ ആ ലെയറിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ആ ലെയറിലൊന്നും ഒന്നും ചെയ്യാതിരിക്കരുത്. ആ ലെയറിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അത് നമുക്ക് ലോക്ക് ചെയ്തിടുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ലെയർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് മൂവ് ചെയ്യില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് അറിയാണ്ട് നമ്മളിത് മൂവ് ചെയ്യും. അപ്പൊ ഈ ഇതെടുത്തു, ഇത് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ ഒരു ലോക്കിന്റെ ചെറിയ ഐക്കൺ ഉണ്ട്, ലോക്കിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ലെയർ ലോക്കായി. ഇത് ഞാൻ മൂവ് ടൂൾ എടുക്കുമോ, എങ്ങനെ മൂവ് ചെയ്യാൻ ശ്രമിച്ചാലും ഇത് മൂവ് ആവില്ല. ഇനിയും എന്തെങ്കിലും ഈ ലെയറിന് ചെയ്യണമെങ്കിൽ അത് വീണ്ടും അൺലോക്ക് ചെയ്യണം. അൺലോക്ക് ചെയ്തു, എന്നിട്ട് ഈ ഇമേജ് ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ മുകളിൽ ട്രേസ് അല്ല നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത്ര ഡാർക്കായിട്ട് എടുക്കുന്ന ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒപ്പാസിറ്റി എടുത്ത് ഇതിന്റെ ഒപ്പാസിറ്റി ഒരു 50% ഞാൻ കുറച്ചു. എന്നിട്ട് അത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ അതിനെ ലോക്ക് ചെയ്തു. ലെയർ 1 എടുത്തു. അതിന്റെ ഫ്രണ്ടിലത്തെ ലെയറിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആ ലെയർ തന്നെ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഈ ലെയർ ഞാൻ എടുത്തു. ഇനി ഇതിനെ ഞാൻ സൂം ഇൻ ചെയ്യാം
Ctrl+ കൊടുത്ത് ഞാൻ ഇതിനെ സൂം ഇൻ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ബ്രഷ് ടൂൾ എടുത്തു. ബ്രഷ് ടൂളിൽ ബ്രഷിന്റെ സൈസ് നമുക്ക് ഇവിടെ മുകളിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 175 കിടക്കുന്നത്, അതിനെ 175 വെക്കുന്ന ആവശ്യം നമുക്ക് ജസ്റ്റ് 4 പിക്സൽസിന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ 4 പിക്സൽസ് എൻ്റെ കൊടുത്തു. എന്നിട്ട് ഇവിടെ ഏത് രീതിയിലുള്ള ബ്രഷാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ PC-യിൽ ഒരു ഡ്രോയിങ് പാഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഇതിൽ വരയ്ക്കുമ്പോൾ നമ്മൾക്ക് പ്രഷർ മാറ്റാൻ പറ്റും. ഈ ഡ്രോയിങ് പാഡിൽ ഞാൻ പെൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ ഞാൻ ലൈറ്റായിട്ട് വരയ്ക്കുമ്പോൾ കളർ ഓക്കെ, കളർ ഞാൻ ഇവിടെ ചൂസ് ചെയ്തേക്കുന്നുണ്ടോ, ഏതോ ഒരു റെഡ് കളർ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നു. അത് ഞാൻ മാറ്റി ആദ്യം ബ്ലാക്ക് ആക്കി. എന്നിട്ട് ലൈറ്റായിട്ട് ഞാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റായിട്ട് വരുള്ളൂ, ഐ മീൻ ചെറിയൊരു ലൈനായിട്ടേ വരുള്ളൂ. പക്ഷെ ലൈറ്റായിട്ട് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് പ്രഷർ ഇന്റൻസിറ്റി കൂട്ടുമ്പോൾ എന്താ ഒന്നുകൂടെ ഡാർക്ക് ആയിട്ട് വരും. അപ്പൊ ഇത് പ്രഷർ സെൻസിറ്റിവിറ്റി മനസ്സിലാവുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഫോട്ടോഷോപ്പ്. അപ്പൊ അതുകൊണ്ട് ഇതില് വരയ്ക്കുന്നത് പേപ്പർ പോലെ, നമുക്ക് പേപ്പറിൽ വരയ്ക്കുന്ന പോലെ ഇതിൽ വരയ്ക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കാൻ പോവാം. ഞാനിപ്പോ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വേഗം ഒരു സ്കെച്ച് ചെയ്യുക. വേണ്ട പ്രഷർ നമ്മളിങ്ങനെ മാറ്റി ആക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാൻ ആക്ച്വലി വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഡാർക്ക് കളേഴ്സ് എടുക്കാതിരിക്കുന്നില്ല. ഞാനിപ്പോ ഔട്ട്ലൈൻ മാത്രമേ ഇടല്ലേ വരയ്ക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഡ്രോയിങ് ആണ് ചെയ്യാനുള്ളതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള നമ്മൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ ഉള്ളതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ബ്ലാക്ക് കളറല്ലേ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന് പകരം വേണം ഞാൻ ഗ്രേ കളർ ചൂസ് ചെയ്യാം, റെഡ് കളർ ചൂസ് ചെയ്യാൻ, എന്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ഒപ്പാസിറ്റി മാറ്റാം. ഇതിപ്പോ ഞാൻ ഏറ്റവും 100% ലൈറ്റ് വരയ്ക്കും. ഇപ്പൊ ഈ ഒപ്പാസിറ്റി മുകളിലുള്ള ഈ ഒപ്പാസിറ്റി ക്ലിക്ക് ചെയ്താൽ എനിക്ക് 50% ആക്കുമ്പോൾ അതിന്റെ കണ്ടോ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ. ഇതിന്റെ കളർ കുറച്ചുകൂടെ ഇതാ കുറവാണ്. ഇപ്പോൾ വീണ്ടും കുറയ്ക്കുമ്പോൾ വീണ്ടും ചെറിയൊരു ഇത് വരും. എന്നിട്ട് ഈ ഒപ്പാസിറ്റി കുറവുള്ള ഈ കളറിന്റെ കൂടെ നമ്മളും ഇങ്ങനെ വരച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡ് വന്നു. ഇതിന്റെ മുകളിൽ കൂടെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇതിന് ഡാർക്ക് ടോൺ, നമ്മളിങ്ങനെ പെൻസിലും കൊണ്ട് ഗ്രേഡിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ വീണ്ടും വരച്ചാൽ വീണ്ടും ഡാർക്ക് ആവും. പക്ഷെ ഇപ്പൊ ഞാൻ 100% ഇട്ടാണല്ലോ ചെയ്യുന്നത്. എത്ര സമയം എടുത്തിരുന്നു അത്രയും നല്ലത്. ഇപ്പൊ ഈ ബാക്കിയുള്ള ഈ ബാക്ക് കട്ടിക്കുന്ന അൺഡു ചെയ്യുന്ന ടൂളൊക്കെ ഇതിൽ പറ്റും. ഞാനിപ്പോ ഇവിടെ വരച്ച എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നിയിട്ട് Ctrl+Z അടിച്ചു കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. അപ്പോ ഇത് ഔട്ട്ലൈനിങ്ങിന്റെ ആണ്. അല്ലാതെ നമ്മള് ഫുൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വരയ്ക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒപ്പാസിറ്റി കുറച്ച് ഏതെങ്കിലും ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. എന്നിട്ട് നമ്മൾ ഒപ്പാസിറ്റി ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കളേഴ്സ് ആഡ് ചെയ്യും. കളേഴ്സ് ആഡ് ചെയ്ത് പിന്നെ ഷെയ്ഡ് ആഡ് ചെയ്യും. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് ഔട്ട്ലൈൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഔട്ട്ലൈൻ്റെ ലെയർ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഓക്കെ ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഔട്ട്ലൈൻ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് മാത്രമായിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ നമ്മൾ ഈ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഇമേജിനെ ഹൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ഒരു വരച്ചതുപോലത്തെ ഒരു ഇമേജ് ഇങ്ങനെ വരും. അപ്പൊ അതാ അങ്ങനെയാണ് നമ്മളെങ്ങനെയാ വരയ്ക്കേണ്ടതെന്നുള്ളതിന്റെ ഒരു
ഓക്കെ, ഇനി നമ്മള് ബേസിക് ആയിട്ടുള്ള കുറച്ച് മാനിപ്പുലേഷൻസ് നോക്കാം. I'll place embedded എന്നിട്ട് ഈ ഒരു ഇമേജ് ഞാൻ ചൂസ് ചെയ്തു. ഇനി എൻ്റർ കൊടുത്തു. അപ്പൊ അതവിടെ പ്ലേസ് ആയി. ഞാൻ ആ റെക്ടാങ്കിളിന്റെ എന്താ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചേക്കുന്ന എല്ലാ ഇമേജിന്റെ കാര്യം, അതായത് ഇതിനെ ഇപ്പൊ വീണ്ടും ഇതിന്റെ സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഇ കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അത് വീണ്ടും അതിന്റെ സൈസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംഭവം വരും. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള സെറ്റിങ്സ് എല്ലാം മുകളിലും സൈഡിലായിട്ടുണ്ട്. ഓക്കെ, സോ ഞാനത് അവിടെ വെച്ചു. മോട്ടോയില് ക്ലിക്ക് ചെയ്തു. കറക്റ്റ് സെന്ററിൽ റെഡ് പിങ്ക് ലൈൻ വരുന്നുണ്ടോ നോക്കി കറക്റ്റ് സെന്ററിൽ ഞാൻ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് റിമൂവ് ചെയ്യണം. ഈ ബാക്കിലുള്ള ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ മതി എനിക്ക്. അല്ല, എനിക്ക് ഇതിന്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ മതി. അപ്പോ ഞാൻ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തത് എന്ത് വെച്ചിട്ടാണെന്നുണ്ടല്ലോ, റെക്ടാങ്കുലർ മാർക്കറ്റ് ടൂൾ. ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് വേറെ ഒരു ടൂളാണ്. വേണമെങ്കിൽ മാർക്കറ്റ് ടൂൾ വെച്ചിട്ട് റെക്ടാങ്കുലർ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ കളർ മാത്രം. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമ്മള് ഈ മാജിക് വാണ്ട് ടൂൾ എന്ന് എടുക്കുന്ന ടൂൾ, താഴെ ഈ ഒരു മാജിക് വാണ്ടിന്റെ സിമ്പിൾ കണ്ടോ, 4ാമത് കിടക്കുന്ന ടൂൾ, അതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ക്വിക്ക് സെലക്ഷൻ ടൂൾ, മാജിക് വാണ്ട് ടൂൾ എന്ന് പറഞ്ഞിട്ട് 2 മാജിക് വാണ്ട് തന്നെ സെലക്ട്. എന്നിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തപ്പോൾ അത് അത്രയും സെലക്ട് ആയി ഓട്ടോമാറ്റിക്കായി. എന്നുവെച്ചാൽ അതൊരു പ്ലെയിൻ കളർ ക്ലിക്ക് ചെയ്തു. പക്ഷെ ഇതിനെ ഇപ്പൊ എനിക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇമേജിനെ റാസ്റ്ററൈസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വുഡ് നോട്ട് കംപ്ലീറ്റ് റിക്വസ്റ്റ്. അപ്പൊ ഞാൻ ആ ഇമേജിൽ പോയി ഇമേജിനെ റാസ്റ്ററൈസ് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു, അത് മാറി. എന്നിട്ട് ഈ സെലക്ഷൻ ടൂളിന്റെ മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ റെക്ടാങ്കുലർ മാർക്കറ്റ് ടൂളോ വല്ലതും എടുക്കുക, ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ എടുക്കുക, എന്നിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക്, ഡീസെലക്ട് ആയി. ഇപ്പോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും ആയിട്ട് ഇതിനെ കുറച്ചുകൂടെ വലുതാക്കണമായിരിക്കും. കൺട്രോൾ ഇ ക്ലിക്ക് ചെയ്തു, ഞാനത് വലുതാക്കി എൻ്റർ ചെയ്തു. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കൊരു കുറച്ച് ഗ്രാഫിറ്റി ഉള്ള ഒരു സംഭവം വരുത്തണം. അപ്പോൾ ഫയൽ, പ്ലേസ് എംബെഡഡ്, വേണ്ട ഇമേജ് ഞാൻ ചൂസ് ചെയ്തു, പ്ലേസ് ചെയ്തു. ഒരു ഫുൾ ഇമേജ് വന്നു. ഞാനതിനെ വലുതാക്കി ഇവിടെ വെച്ചു. പക്ഷേ നമുക്ക് വേണ്ട ഇമേജ് ഇപ്പൊ പുറകെ പോയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ലേയേഴ്സിന്റെ അവിടെ പോയി വേണ്ട ഇമേജിൽ നമ്മളുടെ ആ പഴയ ഇമേജിനെ ക്ലിക്ക് ചെയ്ത് അതിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകും. ബാക്ക്ഗ്രൗണ്ട് മാറി. അതല്ല, ഇപ്പോ ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇത് ബാക്ക് എല്ലാം കളയാൻ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമേജ് ആണെന്ന് വെച്ചു. embedded leaning tower of ഐഫിൽ ടവറിന്റെ ഇമേജ്. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഇതിനെ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. ക്രോപ്പ് ടൂൾ എടുത്തു, എൻ്റെ ഒരു ക്രോപ്പ് ചെയ്തെടുത്തു. ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മുമ്പേ ചെയ്തതുപോലെ ക്രോപ്പ് ചെയ്യാൻ മാറ്റാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ കണ്ട ഒരു ഗ്രേഡിയന്റ് ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ മാജിക് പോയിന്റ് ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഷെയ്ഡുള്ള സ്ഥലം മാത്രമേ സെലക്ട് ആവുള്ളൂ. അതിനെ ഡീസെലക്ട് ചെയ്യാം. അതുകൊണ്ട്
നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഓക്കെ കറക്റ്റ് ഷാർപ്പായിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസോ ടൂൾ എടുക്കണം. ഈ തേർഡ് ടൂൾ ലാസോ ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് സൂം ചെയ്ത് ഈ ഒന്നുകിൽ മൗസ് വെച്ച് അല്ലാതെ വല്ല ഡ്രോയിങ് പാഡ്സോ ടാബ്ലറ്റ്സോ എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ വെറുതെ വരച്ച് എടുക്കാം. ഞാൻ വെറുതെ ഒന്ന് വരച്ചെടുക്കാം കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതിനെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതിനെ ഫുള്ള് സെലക്ട് ആക്കി. ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഞാൻ വരച്ച് വന്ന് പിന്നെ ഞാൻ ടയർഡായി. അപ്പൊ എൻ്റെ കൈ ഇവിടെ നിന്ന് എടുക്കണം. കുഴപ്പമില്ല, ഇവിടെ നിന്ന് പോയിട്ടൊരു റൗണ്ട് വരച്ച് വിട്ടാൽ മതി. എന്നിട്ട് വീണ്ടും ഈ സെലക്ഷനിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ മുകളിൽ ഉള്ള ഇത് കണ്ടോ, മുകളിലുള്ളത് ഈ ഐക്കൺ വീണ്ടും വേറെ സെലക്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യും. സെലക്ഷൻ സീരീസ് നമുക്ക് ആഡ് ചെയ്യാം. എൻ്റെ കൂടെ അതിൻ്റെ കൂടെ സെലക്ട് ആയിക്കൊണ്ടിരിക്കും. ഈ പുറത്തോട്ട് പോയത് എനിക്ക് മാറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ഈ മൂന്നാമത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യും. ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നതെല്ലാം ഡീസെലക്ട് ആയിക്കൊണ്ടിരിക്കും. ഡീസെലക്ട് ആയി. ഓക്കെ, നമുക്കിനിയും ഈ ഐഫിൽ ടവറിനെ തന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അത് കുറച്ചുകൂടെ പണിയുള്ളതാണ്. എന്നുവെച്ചാൽ ഇപ്പോ ഈ ഐഫിൽ ടവർ ഉള്ള ഒരു ഇമേജും ഐഫിൽ ടവർ ഇല്ലാത്ത ഒരു ഇമേജും കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഐഫിൽ ടവറിന്റെ മുകൾ ഭാഗം മാത്രം കളയണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ആ ഐഫിൽ ടവർ ഇല്ലാത്ത ഇമേജ് ബാക്കിലോട്ട് വെച്ചിട്ട് എന്താ ഈ ഇമേജ് ഫ്രണ്ടിൽ വെച്ച് ഇപ്പോ ഈ ലാസോ ടൂൾ വല്ലതും എടുത്തിട്ട് ഈ മൂന്നാമത്തെ ലാസോ ടൂൾ വല്ലതും എടുത്തിട്ട് ചുമ്മാ ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിനെ നമ്മൾ റാസ്റ്ററൈസ് ചെയ്തിട്ടില്ല, റാസ്റ്ററൈസ് ചെയ്ത് എന്നിട്ട് ഡിലീറ്റ് കൊടുക്കുമ്പോൾ ഈ ബാക്കിൽ കിടക്കുന്ന ഇമേജ് വരും. പക്ഷെ അങ്ങനെ അല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ ടൂൾ എടുക്കും. എൻ ടൂളാണ് താഴെയുള്ള ഈ പെന്നിന്റെ ഒരു ഐക്കൺ ഉള്ളത് പെൻ ടൂൾ. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വെറുതെ ഈ ഇമേജിന്റെ അടുത്തോട്ട് കഴ്സർ കൊണ്ടുപോകുമ്പോൾ തന്നെ ഏത് ടൂളാണ് നമ്മൾ എഴുതുന്നത്. അതൊരു കൺവീനിയൻറ്റ് ഫീച്ചറാണ്. ഇപ്പോൾ പെൻ ടൂൾ ഞാൻ എടുത്തു, കുറച്ച് സൂമിൻ ചെയ്തു, കൺട്രോൾ+. എന്നിട്ട് പെൻ ടൂൾ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. പെൻ ടൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ലൈൻസ് മാത്രമേ പെൻ ടൂളിൽ വരത്തൂ. അപ്പോൾ ഇത് എത്ര എനിക്ക് റഫായിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലൈൻ വന്നു. പിന്നെ അത് വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഒരു കളർ ഓൾറെഡി സെലക്ട് ആയിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ വരുന്നു. അതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ വോളിൽ പോയി ഫിൽ എന്നുള്ളത് എടുത്തിട്ട് ട്രാൻസ്പെറൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ നേരത്തെ ഷേപ്സിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ. ഓക്കെ, അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തെടുക്കാൻ പോവാം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് കർവ് വരുത്തണമെങ്കിൽ ഒരു കർവ് ആണല്ലോ, അപ്പൊ അത് വരുത്തണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. സോറി, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത ഇമേജ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കർവ് ആയിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഡ്രാഗ് ചെയ്തപ്പോൾ ഇവിടെ സൈഡിൽ ഒരു കർവ് വന്നത് കേട്ടോ. ഇങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കർവ് എടുക്കാം. ആക്ച്വലി ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കെച്ചസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഡീറ്റെയിൽഡ് സെലക്ഷൻസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഈ ലാസോ ടൂൾ തന്നെ എടുക്കുന്നത് നല്ലത്. അതായത് ഇവിടെ കിടക്കുന്ന ഈ ടൂൾ. എന്നിട്ട് ഓക്കെ, നമ്മളിപ്പോൾ അത് അത്രയും പെൻ ടൂൾ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. ഇത് സെലക്ഷൻ ആക്കണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു, മേക്ക് സെലക്ഷൻ കൊടുത്തു. എന്നിട്ട് ഫെദർ റേഡിയസ് 0.1 പിക്സൽസിനായിരിക്കും കിടക്കുന്നത്. 0.1 പിക്സൽസ് തന്നെയാണ് വേണ്ടത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യാനുള്ളത് പെൻ ടൂൾ ചൂസ് ചെയ്തു.
എന്നിട്ട് ഫുൾ നമ്മൾ ഔട്ട്ലൈൻ എടുത്തു, റൈറ്റ് ക്ലിക്ക് എടുത്തു, എന്നിട്ട് സെലക്ഷൻ ആക്കി. ഇനിയും ഇതിന്റെ ഈ ഐഫിൽ ടവറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എടുക്കേണ്ടത് ക്ലോൺ ടൂളാണ്. ക്ലോൺ ടൂൾ ഇങ്ങനെ നമ്മൾ സെലക്ഷൻ ഉണ്ടാക്കിയാൽ മാത്രമേ വർക്ക് ചെയ്യൂ. അതടുത്ത കാര്യം. ഓക്കെ, ഞാൻ ക്ലോൺ ടൂൾ എടുത്തു. ക്ലോൺ ടൂൾ എടുത്തിട്ട് ഓൾട്ടിക് പ്ലസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട, ഓക്കെ, ഈ ഇവിടെ കാണുന്ന കളറാണല്ലോ നമുക്ക് ഇവിടെ വേണ്ടത്. അതുപോലെ ഇവിടെ കാണുന്ന കളറാണ് ഇവിടെ കറസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലോൺ ടൂൾ വെച്ചിട്ട് നമുക്ക് വേണ്ട കളറിന്റെ ആ പോർഷൻ ചൂസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ടി പ്രസ് ചെയ്തുകൊണ്ട് ആ കളറിന്റെ അവിടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ റബ് ചെയ്യാൻ തുടങ്ങണം. ഇവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ആ പാർട്ട് റിമൂവ് ചെയ്യാൻ പറ്റി. ഓൾട്ട് ക്ലിക്ക് റിമൂവ്, ഓൾട്ട് ക്ലിക്ക് റിമൂവ്. സമയമില്ലാത്തതുകൊണ്ട് ഇത്രയും മാത്രം നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഡീസെലക്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും മൂവ് ടൂൾ എടുക്കുക, സെലക്ഷൻ ടൂൾ എടുക്കുക ഏതെങ്കിലും. എന്നിട്ട് റൈറ്റ് ക്ലിക്ക്, ഡീസെലക്ട് ആയി. ആ ഇമേജ് അവിടെ അതിന്റെ ആദ്യത്തെ പാർട്ട് ഒന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോ ഇത് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഔട്ട്ലൈനിൽ കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലർ ടൂൾ എടുത്ത് ഇവിടെ ബ്ലർ ചെയ്ത. ബ്ലർ ടൂൾ എന്ന് വെച്ചാൽ ഇവിടെ താഴെ ഈ ഒരു ഇയർ ഡ്രോപ്പ് പോലെ എടുക്കുന്ന ടൂളാണ് ബ്ലർ ടൂൾ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട്, ബ്ലർ ടൂൾ ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കുറെ നേരം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ ബ്ലർ. അപ്പൊ നമ്മള് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ ഇപ്പൊ പഠിച്ചു. ഒരു ഇമേജിനെ ബാക്ക്ഗ്രൗണ്ട് മാത്രം വെച്ചുകൊണ്ട് ആ ഇമേജിനെ മാറ്റാനും പഠിച്ചു. ഇനി ഇമേജിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഡിലീറ്റ് ബട്ടൺ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ലെയറിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ കൊടുക്കാം. അപ്പൊ അത് ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പോ നമുക്കിനി വേറൊരു ഇമേജ് എടുക്കാം. ഫയൽ, പ്ലേസ് എംബെഡഡ് ഇമേജസ് ചെക്ക് ചെയ്യാം. ഇപ്പൊ രണ്ട് രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതും അതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫുൾ റെഡ് ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ ആക്കി വെച്ചു. ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഞാൻ റെഡ് ആക്കി. ഇവിടെ ഫിൽ കളർ എടുത്തു, റെഡ് കൊടുത്തു. എന്നിട്ട് ആ റെക്ടാങ്കിൾ മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അതിനെ ലോക്ക് ചെയ്തു. പിന്നെ ഞാനൊരു പുതിയ ഇമേജ് എടുക്കുക, ഫയൽ, പ്ലേസ് എംബെഡഡ്, ഈ സോഫയുടെ ഇതെടുത്തു. ഈ സോഫ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എൻട്രി കൊടുത്തു, അവിടെ ഇരിക്കട്ടെ. സോഫ നോക്കിക്കഴിഞ്ഞാൽ ഇത് കട്ടൗട്ട് ചെയ്തെടുക്കാൻ കുറെ പാടുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ലാസർ ടൂൾ വെച്ചിട്ടാണെങ്കിലും എന്ത് വെച്ചിട്ടാണെങ്കിലും കുറെ ചെറിയ ഹോൾസ് ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന്റെ നമുക്ക് അഡ്വാൻറ്റേജ് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് നമുക്കിതിന്റെ ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ ഡബിൾ എക്സ്പോഷർ എന്ന് പറയാറില്ലേ, ആ സംഭവം ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ ലെയർ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ മുകളിൽ വന്നിരിക്കുന്നത് നോർമൽ എന്ന് പറഞ്ഞിട്ട്, എന്താ വെച്ചാൽ അത് നോർമൽ സെറ്റിംഗ്സിലാണ് കിടക്കുന്നത്. നോർമൽ എടുത്തിട്ട് ഇവിടെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ആൻഡ് ഡിസോൾവ് എന്ന് പറഞ്ഞിട്ട് പല ഇത് കിടക്കുന്നുണ്ട്.
അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ ഒരു റെഡ് ടെക്സ്ചർ ഉള്ള ഒരു സോഫ ആയിട്ടാണ്, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത റെഡ് ടെക്സ്ചർ ആയിട്ടുള്ള ഒരു സോഫ ആയിട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ബേൺ കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാനും എല്ലാം പറ്റും. അടുത്ത ഇമേജ് എടുക്കാം. ഡിസംബർ എന്നിട്ട് ഇതിനെ ക്രോപ്പ് ചെയ്യണം. അതിനായിട്ട് എൻട്രി കൊടുത്തു, ക്രോപ്പ് എടുത്തു. എങ്ങനെയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രോപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ മോഡലിന്റെ ഈ ഹുഡിയിലുള്ള പാർട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു ഗാലക്സി എഫക്റ്റ് ഇവിടെ വരുത്താൻ വേണ്ടി നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ആ ഒരു ഗാലക്സിയുടെ എഫക്റ്റ് ഉള്ള ഒരു ഇമേജ്. അതിന് പ്ലേസ് എംബഡഡ് വീണ്ടും പോയി വേണ്ട ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തു, പ്ലേസ് ചെയ്തു. എന്നിട്ട് ആ ലെയറിന്റെ അവിടെ ഞാൻ എൻട്രി കൊടുത്തു. ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കാം. പ്ലേസിന്റെ അവിടെ ഞാൻ വെച്ചു. എന്നിട്ട് എൻട്രി കൊടുത്തോടെ പ്ലേസ് ആയി. എന്നിട്ട് ഈ ഇമേജിനെ ഇതിന്റെ ബാക്കിലോട്ട് കൊണ്ടുവന്നു. അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെയേഴ്സിൽ പോയി അവിടെ ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് അവിടെ ഇട്ടു. ഈ ഇമേജിന്റെ തൊട്ട് പുറയിലായിട്ട് ഞാൻ ഇട്ടു. അപ്പൊ അത് അതിന്റെ പുറയിൽ കിടപ്പുണ്ട്. ഇനിയും ഇതിനെ ഈ ഫേസിനെ എനിക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ലാസോ ടൂൾ എടുക്കും, Ctrl+ സൂം ചെയ്തു. എന്നിട്ട് ലാസോ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇത് വീണ്ടും ആഡ് ചെയ്യാൻ വേണ്ടി മീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ആഡ് ടു സെലക്ഷൻ കൊടുത്തു, ഈ രണ്ടാമത്തത്. എന്നിട്ട് വീണ്ടും ഞാനത് കണ്ടിന്യൂ ചെയ്യാം. അവിടെ അതത്രയും നമ്മളിപ്പോൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ഇമേജിനെ നമ്മൾ റാസ്റ്ററൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ആ ഇമേജിനെ ഇനി റാസ്റ്ററൈസ് ചെയ്യണം. അതിന് ഞാൻ ആ ഇമേജിനെ ക്ലിക്ക് ചെയ്തു, റാസ്റ്ററൈസ് ലെയർ കൊടുത്തു. ഇപ്പൊ ഈ ഇമേജിനെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഡിലീറ്റ് കൊടുത്തു. ഇതാ ടൈം പാർട്ട് കൊടുത്തു. എന്ത് ചെയ്ത് ഞാൻ റാസ്റ്ററൈസ് ചെയ്തു. എന്നിട്ട് ഈ സെലക്ട് ചെയ്തേക്കുന്ന പോർഷനെ മാറ്റാൻ വേണ്ടിയിട്ട് ആ സെലക്ട് ചെയ്ത പോർഷൻ ഡിലീറ്റ് കൊടുത്തു. എന്നിട്ട് അതിനെ ഡീസെലക്ട് ചെയ്ത അതിങ്ങനെ ഉണ്ടാവും. എനിക്കിനി ഈ ഫേസ് മാത്രമായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് വേണ്ട, ഫേസ് മാത്രം വേണം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഗാലക്സിയുടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സെലക്ട് ടൂൾ എടുത്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, സെലക്ട് ഇൻവേഴ്സ് കൊടുത്തു. അതൊഴികെ ബാക്കിയെല്ലാം സെലക്ട് ആയി. ഇമേജിനെ തിരിച്ചുകൊണ്ട് ഈ സെലക്ട് ഇൻവേഴ്സ് കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് സെലക്ട് ആയി, ഡിലീറ്റ് കൊടുത്തു. എന്നിട്ട് ഡീസെലക്ട് കൊടുത്തു. പിന്നെ ഈ ബാക്കിലുള്ള ലെയറിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിലുള്ള ലെയറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇനി ബാക്കിലുള്ളത് മാത്രമേ എനിക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതിനെ ഞാൻ Ctrl+T ട്രാൻസ്ഫോം കൊടുത്തു, വലുതാക്കി, എൻ്റർ കൊടുത്തു. ഓക്കെ, സോ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോ എനിക്ക് പറ്റുന്നത്ര ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. കുറച്ച് ബേസിക് ഷേപ്സിനെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു.
എന്നിട്ട് ഈ ആദ്യം കാണിച്ച റെക്ടാങ്കിളിന്റെ എക്സസൈസ് കൊണ്ട് തന്നെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് വെച്ചിട്ട് എനിക്ക് പലതും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ആ ക്വാളിറ്റീസ് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ബേസിക്സ് അപ്പൊ ഇനിയും നിങ്ങൾ പോയി യൂട്യൂബില് എന്ത് രീതിയിലുള്ള ഫോട്ടോ മാനിപ്പുലേഷൻ വീഡിയോസ് ഉണ്ടാലും എത്ര കോംപ്ലക്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മനസ്സിലാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയേഴ്സിന്റെ കോൺസെപ്റ്റ് ആയിരുന്നു. അതിപ്പോ ഞാൻ പല തവണ പല രീതിയിൽ കാണിച്ചിട്ടുള്ളത് മനസ്സിലാൻ ഞാൻ പ്രതീക്ഷിച്ചു. So I'm done. Thank you. Thank you so much, Mr. Alim Anil, for this wonderful session. Thank you all of you for your presence. I hope you learned something and will build on what all we have from here. Hope you all had a very good time. Thank you. The session's over.